ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെരുന്നാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിതാ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്ന ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അതൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ പാൽ ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് വരും. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറിന് 2 കപ്പ് പാലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് പാലിൽ നേരത്തെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്കി വരുന്ന പാലാണ് ഇതിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പാലും കൂടി ഒഴിച്ചെടുത്ത ശേഷം മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും ബാക്കി ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ പാത്രത്തിലാക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടാക്കണ്ട കേട്ടോ. മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഒരുപാടങ്ങ് കുറുക്കി വരണ്ട. എന്നാൽ പിന്നെ ആ കസ്റ്റേർഡിൻ്റെ പച്ചച്ചോയൊക്കെ ഒന്ന് മാറി ഒന്ന് തിക്കായി വരണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ആയപ്പോൾ ഞാനിതാ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് സെക്കൻഡ് ലെയർ കൊടുക്കാൻ വേണ്ടി ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1 ടീസ്പൂണ് അല്ലെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. വിപ്പിംഗ് ക്രീമിൽ മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നതിനേക്കാളും ബെറ്റർ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഇതാ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് കേക്കിനൊന്നും ആക്കുന്നത് പോലെ ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കണ്ട. എന്നാൽ പിന്നെ ഒന്നിങ്ങനെ ക്രീമി ആയിട്ടുള്ള പരുവത്തിൽ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ അതിൻ്റെ ബീറ്ററിൻ്റെ ബ്ലേഡിൽ നിന്ന് വീഴാത്ത വിധത്തിൽ വേണം നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഹാപ്പിയുടെ ചോക്കോ ചിപ്പ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 30 രൂപയുടെ ബിസ്ക്കറ്റാണ് കേട്ടോ. ആ ബിസ്ക്കറ്റ് അതൊന്ന് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുത്തതാണ്. ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വെച്ചിങ്ങനെ പൊടിച്ചെടുത്തിട്ട് അതൊന്ന് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പം നമുക്ക് ഇതിങ്ങനെയാണ് ട്രേയിലേക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. ഇതിലേക്ക് ബ്രെഡും കൂടി വേണം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയറായിട്ട് 7 പീസാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ 14 പീസ് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഈ പുഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ആദ്യം തന്നെ നമ്മൾ ബ്രെഡ് അതൊന്ന് സൈഡ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡൊന്ന് പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ബ്രെഡൊന്ന് സോക്കായി വരും. ഇതിപ്പോൾ ഇതാ ചൂടൊന്നും ഒരുപാട് തണ്ണിട്ടില്ല. എന്നാലും നമുക്കത് കുപ്പിന് ട്രേ ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ബിസ്ക്കറ്റ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ അതൊന്ന് വെച്ച് കൊടുക്കുക. ലൈറ്റായിട്ട് മാത്രം കേട്ടോ അതൊന്ന് വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ടുള്ള ലെയറൊന്നുമല്ല, ലൈറ്റായിട്ട് ലെയറാണ് അത് വെച്ച് കൊടുക്കുന്നത്. തിന്നുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനിയിപ്പോൾ ഇതാ വീണ്ടും ഞാൻ ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സെയിം അതുപോലെ തന്നെ നമ്മളത് റിപ്പീറ്റ് ചെയ്യുക. കസ്റ്റേർഡിൻ്റെ മിക്സും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് എല്ലാ സൈഡും നിരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ തണുത്ത് വരുന്ന സമയത്ത് കസ്റ്റേർഡൊക്കെ നല്ലതുപോലെ ബ്രെഡൊക്കെ സോക്ക് ചെയ്ത് വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിപ്പോൾ ഇതാ മേലെയായിട്ട് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ച ആ ഒരു ക്രീമും കൂടി കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫീലിങ്സാണ് കേട്ടോ വരുന്നത്. ഇതൊരു 6 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് പെരുന്നാൾക്ക് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിപ്പോൾ ഒന്ന് ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒന്ന് ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.